എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താങ്കളുടെ പാർട്ട്ണറിൻ്റെ എനർജി എന്താണ് താങ്കളോടെന്നാണ്. എനർജിയാണ് എപ്പോഴും ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് കാർഡ് വന്നേക്കുന്നത്, ഒന്നാമത്തേത് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, രണ്ടാമത്തേത് ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേൽ. ഇതിനകത്ത് ആദ്യത്തെ കാർഡ് എടുത്ത് നോക്കുമ്പം ഇതിനകത്ത് ഒരുമാതിരി ഈ അലമാരിയിലെ ഫൈനാൻഷ്യൽ പണം എന്ന് പറയുന്ന ഇതിനകത്ത് കുറവാണ്, വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ആളിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇപ്പം വളരെ ബുദ്ധിമുട്ട്, സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നർത്ഥം. ഇത് സാമ്പത്തികമായിട്ട് മാത്രമെന്നല്ല, ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനകത്തുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങളായിരിക്കാം. അന്നേരം ഇതിനകത്ത് ഇതാദ്യമേ ഓക്കെ ആക്കിയെങ്കിലേ ഇതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ പുള്ളി ശ്രമിക്കുന്നത് ഒന്നുകിൽ സാമ്പത്തിക ഭദ്രത എന്താണോ ആ ആളിൻ്റെ പ്രശ്നം, ഇപ്പം അതിനകത്താണ് ആളിൻ്റെ ശ്രദ്ധ കൂടുതൽ. ആദ്യമേ സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയിലെത്തി ഒരു സ്റ്റെബിലിറ്റി വന്നാലേ നിങ്ങളുടെ ബന്ധവും ശരിയാകുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. രണ്ടാമത്തെ ഇതാണ് ഇപ്പോഴത്തെ എനർജി. ഇതാണ് ശരിക്കും ആളിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അല്ലാതെ നിങ്ങളോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമല്ല. പുള്ളി ഇപ്പം സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാണ്. ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കാരണം ആദ്യമേ ആ ആളൊന്ന് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബന്ധം, അത് മാരീഡ് ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെ എങ്ങനെയായാലും ശരി, എന്നാലേ ഇതൊന്ന് സ്റ്റേബിളാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആൾ നമ്മളോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഇത്തിരി അകലം പാലിക്കുന്നു എന്ന് വിചാരിച്ച് വേറൊരു പ്രശ്നവുമില്ല. പുള്ളി ആദ്യമേ ഇപ്പം ഫൈനാൻഷ്യലി ആണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ തൽക്കാലത്തേക്ക് ആ കക്ഷിക്ക് ഇത്തിരി സ്പേസ് കൊടുക്കുക. പുള്ളിയെ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ആവാൻ ശ്രമിക്കാൻ സഹായിക്കുക. പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കുക നമ്മൾ. അതാണ് ഇപ്പോൾ വേണ്ടത്. ആളിന് ഇഷ്ടമാണ്, ഈ ബന്ധത്തിൽ താല്പര്യമുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഇച്ചിരി പുറകോട്ട് മാറി നിൽക്കുന്നു. അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചിലപ്പോൾ ഈ ആളിനൊരു സംശയം കാണാം, താങ്കളെ എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെ, ഇതും കൂടെ ഈ കാർഡ് കാണിച്ചിരുന്നതാണ്. അങ്ങനെയും കൂടെ ഒരു ടെൻഷൻ കാണാം ആളിന്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ആളിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം ശരിയായി കിട്ടും. ഇതാണ് ഇന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന എനർജി. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.